ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസ ഫലം. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. ഏറ്റവും വിജയം വന്നു ചേരുവാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നന്മ വന്നു ചേരുക, ഇതൊക്കെ വിചിന്തനം ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് വരും. അതായത് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലമുള്ള നക്ഷത്രം അത് പുണർന്ന നക്ഷത്രമാണ്. ആ പുണർന്ന നക്ഷത്രത്തിൽ വ്യാഴം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ഈ കുംഭം രാശിക്കാർക്ക് ധനസ്ഥാനത്തിന്റെ ആധിപത്യവും സർവ അഭീഷ്ടങ്ങളും സാധിച്ചു കിട്ടേണ്ട ഭാവത്തിന്റെ ആധിപത്യവും കൂടി വഹിച്ചുകൊണ്ടാണ് ഈ വ്യാഴം 5ാം ഭാവമായ പ്രതിഭാസ്ഥാനത്ത് പൂർണ്ണ ബലവാനായി നിൽക്കുന്നത്. ഏഴരശനിയൊക്കെ ഉണ്ട്. പ്രധാന ദോഷങ്ങളെല്ലാം കഴിഞ്ഞു ഏഴരശനിയുടെ. ഇനി 2 കൊല്ലം കൂടിയുണ്ട്. 2 കൊല്ലം കൂടിയുണ്ട്. എന്നിരുന്നാലും വളരെ അലസതയൊക്കെ വന്നുപെടാതെ ഏർപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ദേഷ്യമൊക്കെ ഒഴിവാക്കി മുൻപോട്ട് പോയാൽ വളരെയധികം വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസവും കൂടിയാണ്. അതായത് ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകുന്ന സമയം. പൂർണ്ണ ബലവാനായിട്ട് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നരാശിയായ കുംഭം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോഭൗച്ച സൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണപ്രകാരം ശ്രേയസ്സും യശസ്സും വന്നു ചേരുക, വിജയങ്ങൾ വന്നു ചേരുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാപരമായ വിജയങ്ങൾ വന്നു ചേരുക, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുക. അധ്യാപകർക്കും അതുപോലെ തന്നെ അനധ്യാപകർക്കും മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരേണ്ട ഒരു മാസമാണ്. യാതൊരു സംശയവുമില്ല. വിജയങ്ങൾ നിങ്ങളെ തേടി വരും. അത് വേണ്ട രീതിയിൽ കണ്ടെത്തി വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും സ്വന്തം ശ്രമഫലമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഭാഗ്യം പടിവാതിക്കൽ വന്നിട്ടും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പഠിക്കേണ്ട സമയങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യേണ്ട സമയങ്ങളിൽ ജോലി ചെയ്യുകയും കിട്ടുന്ന ധനം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളും നേട്ടങ്ങളും മഹാലക്ഷ്മി തേടി വരും. ദുർവിനിയോഗം ചെയ്യുന്നവരുടെ കൂടെ മഹാലക്ഷ്മി നിൽക്കത്തില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കുന്നവർക്ക് സരസ്വതി ദേവി കൂടെ നിൽക്കത്തില്ല. സരസ്വതി ദേവി കൂടെ ഉണ്ടെങ്കിലേ മഹാലക്ഷ്മി കൂടെ നിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി പെട്ടെന്ന് ആരുടെയും കൂടെ കൂടുന്നതുമല്ല. സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി തനിയെ വന്നുകൊള്ളും. അതായത് വിദ്യയാണ് സരസ്വതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാ വിജയം. അത് വിദ്യ സർവധനാൽ പ്രധാനമാണല്ലോ. അപ്പോൾ മഹാലക്ഷ്മിയും അവിടെ താനേ വന്നുകൊള്ളും. ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കും. നല്ല ജോലികൾ കിട്ടും, ആരോഗ്യം മെച്ചപ്പെടും, നല്ല സുഹൃത്തുക്കളെ കിട്ടും. സംസാരം, അതാണ് സരസ്വതി ദേവി വിദ്യ. സംസാരം കൊണ്ടുമൊക്കെ നയം കൊണ്ടുമൊക്കെ നല്ല ഗുരുക്കന്മാരെ കിട്ടുക, മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടുക, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, അതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനം ഉള്ള കാര്യമാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതത്തിൽ
പല വിധത്തിലും പ്രശ്നങ്ങൾ കലുഷിതമാകുവാൻ ഈ മാസം സൂചനയുണ്ട് കുംഭം രാശിക്കാർ. എന്നാൽ നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും ക്ഷമ കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും ഒക്കെ വേണം ആ കഷ്ടകാലം നമുക്ക് മുൻപോട്ട് പോകുവാൻ, ഐശ്വര്യപ്രദമാക്കുവാൻ, സന്തോഷപ്രദമാക്കുവാൻ, ഉല്ലാസയാത്ര പോകുവാനും മംഗളകാര്യങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും ഒക്കെ ദമ്പതികൾക്ക് അവസരമുള്ള ഈ മാസം ക്ഷമയും വിട്ടുവീഴ്ചയോടുകൂടി മുൻപോട്ട് പോയാലേ നടക്കുന്നു. ഒരു ദിവസം എവിടുന്നെങ്കിലും പൊട്ടി വീഴുന്നതല്ല ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത്. ഇതൊന്നും ശ്രമഫലമായിട്ട്, ദീർഘകാലത്തെ ശ്രമഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാ വിജയപ്രദമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കൊള്ളുകേലാത്ത സുഹൃത്തുക്കളൊക്കെ കൂടെ കൂടി ഭാവി കളയുവാൻ അതൊരു കാരണമാകരുത്. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം. സുഹൃത്തുക്കൾ ആരെങ്കിലും തെറ്റായ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഉപദേശം കൊണ്ട് മാത്രം കാര്യമില്ല, അവരെ മനസ്സിലാക്കി വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സഹോദര സ്ഥാനീയർക്കും ഉയർച്ചകൾ വന്നിട്ട് ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായാലും മറ്റ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവരായാലും എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്കും ഒക്കെ ഈ കുംഭം രാശിക്കാർക്ക് പൂർണ്ണ ദൈവാധീനമുള്ളതിനാൽ ധന ആഗമന യോഗവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. നേട്ടങ്ങളും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.